വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 2023-24 കാലഘട്ടങ്ങളിൽ PSC ചോദിച്ച കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദിക്കുന്നത് പ്രോമിന്റെ പൂർണ്ണരൂപം എന്താണെന്നുള്ളതാണ്. പ്രോമിന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് അല്ലെ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് പ്രോമിന്റെ പൂർണ്ണരൂപം. അടുത്ത് നോക്കി, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമ ലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? എന്താണ് ആ പദ്ധതി? സേഫ് കേരളയാണ് കേട്ടോ, സേഫ് കേരള. അടുത്ത് നോക്കി, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഏതാണ്? ഇതിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? വിൻഡോസ് ആണ് അല്ലെ. വിൻഡോസ് ആണ് ഇതിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ടുള്ളത്. നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ അല്ലെ. സോഫ്റ്റ്വെയറിനെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് നടത്താനുള്ള പ്രോഗ്രാമുകളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയറിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടി, സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പൊ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ്, ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വിൻഡോസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായും ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിന്റെയും കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ ഉറവിടങ്ങൾ നിയന്ത്രിക്കാനും പരിപാലിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് ഡ്രൈവേഴ്സ്. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡ്രൈവേഴ്സ്. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, അതും സോഫ്റ്റ്വെയർസ് ആണ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പം അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉദാഹരണം ഏതാണ്? വിൻഡോസ് ആണ്. ഓക്കെ, അടുത്ത ഈ ചോദ്യം നോക്കി, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2008 IT ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണിത്. IT ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 2000 IT ആക്ട് നിലവിൽ വന്നത്. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? സൈബർ കുറ്റകൃത്യങ്ങളും ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ആക്ട് ആണ് IT ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ IT ആക്ട് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ വരെ ഈ IT ആക്ടിന്റെ ബേസിസിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ IT ആക്ടിൽ പ്രധാനമായും 94 വകുപ്പുകളാണ് ഉള്ളത്. 94 വകുപ്പുകൾ. അതില് സെക്ഷൻ 69A പ്രകാരം ആണ് 2020 നമ്മൾ ചൈനീസ് ആപ്പുകളൊക്കെ, ടിക്ടോക്ക് ഒക്കെ പോലുള്ള ആപ്പുകൾ ബാൻ ചെയ്ത് നിരോധിച്ച കാര്യം നമുക്കറിയാം. അപ്പൊ ഇത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് ഏത് സെക്ഷൻ പ്രകാരമാണ്? IT ആക്ടിൽ 69A പ്രകാരമാണ് ചൈനീസ് ആപ്പുകളൊക്കെ ബാൻ ചെയ്തത്. അപ്പൊ ഇത് ഭേദഗതി ചെയ്തത്, അവസാനമായി ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 2008. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ CERT-IN എന്താണ്? CERT-IN എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സ്ഥാപനമാണ് CERT-IN എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ IT ആക്ടുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മളിവിടെ പ്രോമിന്റെ പൂർണ്ണരൂപം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. ഓക്കെ, ഈ പ്രോം എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ് അല്ലെ. നമുക്ക് മെമ്മറി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്തൊക്കെയായിട്ടാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതിൽ പ്രൈമറി മെമ്മറിയാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഈ പ്രൈമറി മെമ്മറിയിൽ എന്തൊക്കെയാ കാണുന്നത്? റാമും റോമും ഒക്കെ കാണുന്നത് പ്രൈമറി മെമ്മറിയിലാണ്, റാമും റോമും ഒക്കെ. സെക്കൻഡറി മെമ്മറി ആണെങ്കിൽ അഡീഷണൽ മെമ്മറി ആണ്. ഇപ്പൊ നമ്മുടെ പെൻ ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി, CD ഡ്രൈവ് ഒക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറി ആണ്. ഈ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി ആണ്. റാൻഡം ആക്സസ് മെമ്മറി വോളറ്റൈൽ ആണ്.
അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ആ ഡേറ്റ എല്ലാം നഷ്ടമായി പോകും. അതായത് പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. റോമിലാണെങ്കിലോ നോൺ വോളറ്റൈൽ ആണ്. കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ, സപ്ലൈ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യങ്ങൾ ഈ മെമ്മറി തന്നെ ഉണ്ടാവും. ഓക്കെ, ഈ റാമിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡി റാം എന്നും എസ് റാം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. ഡി റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് റാം ആണ്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം ആണ്. ഇനി റോമിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റോമിനെ നമുക്ക് പ്രോം എന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോം ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതുപോലെ ഇ പ്രോം ഉണ്ട്. ഇ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ഏത് മെമ്മറിയാണ് അതിലുള്ള ഡേറ്റയെ ഇറൈസ് ചെയ്തിട്ട് പുതിയത് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, അത് ഇ പ്രോം ആണ്. ഓക്കെ, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇനി മറ്റൊരു പ്രോമും കൂടെ ഉണ്ട്, ഇ പ്രോം. ഇ പ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. അതായത് നമ്മൾ ഇറൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെ ഇറൈസ് ചെയ്യാം? ഇലക്ട്രിക്കലി ഇറൈസ് ചെയ്യാം. അൾട്രാവയലറ്റ് റേസ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് അതിനെ ഇറൈസ് ചെയ്തിട്ട് പിന്നെ പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെമ്മറിയാണ് ഇ പ്രോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ഇത്രയും ടൈപ്പാണ് റാമിലും റോമിലും ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കി, ഈ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓക്കെ, ഇതൊക്കെയാണ് ശരി. നോക്കാം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ശരിയാണല്ലേ? സുതാര്യമായി നമുക്ക് ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് കിട്ടും. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. അല്ലെ, നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് നമുക്ക് ഓഫീസിലൂടെ പോവാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഓഫീസിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഇവിടെ 3 തെറ്റാണ് അല്ലെ. ഓപ്ഷനുകളിൽ 3 വേണ്ട. അപ്പൊ 3 എല്ലാത്തിനും വെട്ടിക്കളയാം. ഓൾ ഓഫ് ദ എബോയിൽ 3 ഉണ്ട് അല്ലെ. ബിയില് 3 ഉണ്ട്, എയിലും 3 ഉണ്ട്. അപ്പൊ എല്ലാം പോയല്ലോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കാം. ഇവിടെ നോക്കി, 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വ്യത്യസ്തമായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഗേറ്റ്വേ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എപ്പോഴും ചോദിക്കാറുള്ള, കമ്പ്യൂട്ടറിൽ കുറച്ച് ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷെ ഇതിൽ നിന്ന് തന്നെയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ഗേറ്റ്വേ, സ്വിച്ച്, ബ്രിഡ്ജ്, ഹബ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗേറ്റ്വേ ആണ് 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണം. ഇനി ഹബ് എന്താണ്? ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ഡിവൈസസിനെ, അതായത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെയോ നെറ്റ്വർക്കിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹബ്ബ്. നമ്മളൊരു ഹബ്ബിൽ കണക്ട് ചെയ്യുന്നു എന്ന് പറയും അല്ലെ. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി മറ്റൊന്നുണ്ട് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 2 ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഉണ്ടാവും 2-3 കമ്പ്യൂട്ടറുകൾ. ആ ഒരു കണക്ഷനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇതിനൊരു ലാൻ എന്ന് പറയും. നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇങ്ങനെയുള്ള 2 ലാനുകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, 2 നെറ്റ്വർക്കിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബ്രിഡ്ജ് 2 നെറ്റ്വർക്കുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഈ 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ബ്രിഡ്ജിനെ സഹായിക്കുന്നതാണ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനിയുണ്ട് മറ്റൊന്നുണ്ട് റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. എന്താണ്? ഒരേ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് അല്ലെ. ഒരേ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റൂട്ടർ ആണ്. അപ്പൊ ഗേറ്റ്വേ എന്താണ്? വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോളുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ്വേ. അപ്പൊ ഗേറ്റ്വേ റൗട്ടറും ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒരേപോലത്തെ പ്രോട്ടോകോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ റൂട്ടറും, വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിന് എന്താണ്? ഗേറ്റ്വേയും ആണ്. ഇനി മറ്റൊന്നുണ്ട് റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അത്തരത്തില് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സിഗ്നൽസ് ട്രാവൽ ചെയ്യാൻ, ലോങ്ങർ ഡിസ്റ്റൻസിൽ നെറ്റ്വർക്കിലൂടെ സിഗ്നൽസ് ട്രാവൽ ചെയ്യാൻ, അതിനെ ആ ഒരു സിഗ്നൽസിന്റെ ട്രാവലിനെ എൻഹാൻസ് ചെയ്യുന്നു, അതിനെ എന്താണ് സഹായിക്കുന്നതാണ് റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഗേറ്റ്വേയും റൗട്ടറും ബ്രിഡ്ജും സ്വിച്ചും ഹബും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത് നോക്കിയേ, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്താണ്? ആപ്പിൾ കമ്പനിയുടെ OS ഏതാണ്? മക് OS ആണ് അല്ലെ? മക് OS. ഓക്കെ, ആപ്പിൾ കമ്പനിയുടേത് മക് OS ആണ്. ഇനി ഉബുണ്ടു ആണെങ്കിലോ? ഉബുണ്ടു എന്ന് പറഞ്ഞാൽ കാനോനിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഉബുണ്ടുവിനെ ഡെവലപ്പ് ചെയ്തത്. BST ആണെങ്കിലോ? ബെർക്ക്ലി സോഫ്റ്റ്വെയർ ഡിസൈൻ ഇങ്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് BST എന്ന് പറയുന്ന OS ഡെവലപ്പ് ചെയ്തത്. ഇനി യൂണിക്സ് ആണെങ്കിലോ? യൂണിക്സ് എന്ന് പറയുമ്പോൾ യൂണിക്സ് കോർപ്പറേഷൻ ആണ് യൂണിക്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഉബുണ്ടു കാനോനിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് BST, ബെർക്ക്ലി സോഫ്റ്റ്വെയർ ഡിസൈൻ ഇങ്ക് ആണ്. യൂണിക്സ് എന്ന് പറയുമ്പോൾ യൂണിക്സ് കോർപ്പറേഷൻ ആണ് യൂണിക്സ് ഡെവലപ്പ് ചെയ്തത്. മക് OS ആണെങ്കിലോ ആപ്പിളിൻ്റെതാണ് അല്ലെ? ആപ്പിളിന്റെ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മക്. നമ്മളെ വിൻഡോസ് ആണെങ്കിൽ നമുക്കറിയാം മൈക്രോസോഫ്റ്റിന്റെ ആണ് വിൻഡോസ്. അടുത്ത ചോദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ ഇതിൽ അല്ലാത്തത് ഏതൊക്കെയാണ്? ഇതിൽ യാഹൂ, ആസ്ക്, ബിങ് ഒക്കെ സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ, ഈ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കൊരു ഡേറ്റ വേണോ അല്ലെ, നമുക്കൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ പോയി ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നൊക്കെ എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് ഇൻഫർമേഷൻ കണ്ടെത്തുന്ന വിൻഡോസ് ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പൊ യാഹൂ ഉണ്ട്, ask.com ഉണ്ട്, പിന്നെ എന്താണ് യാഹൂ ഉണ്ട്, ബിങ് ഉണ്ട്, പിന്നെ ഉണ്ട് ബെയ്ഡു ഉണ്ട്. റീസെന്റ് ഒരു എക്സാമിന് ചോദിച്ചതാണ് ഡക് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. അതൊരു സെർച്ച് എഞ്ചിൻ ആണ് ഡക് ഗോ. അതുപോലെ യാൻഡെക്സ് ഉണ്ട്, ask.com ഉണ്ട്. ഇവയൊക്കെ സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആണ് കേട്ടോ, സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കി, പ്രോമിന്റെ പൂർണ്ണരൂപം എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. അടുത്ത നോക്കിയേ, ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? ഉയർന്ന ഭാഷയിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ യന്ത്രഭാഷയിലേക്ക്, അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ സഹായിക്കുന്നത് എന്താണ്? ലാംഗ്വേജ് സോഫ്റ്റ്വെയർസ് ആണ്, ലാംഗ്വേജ് പ്രോസസ്സർ ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത് എക്സാമ്പിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ വേർഡ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇനി പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഉറവിടങ്ങളെ നിയന്ത്രിക്കാനും പരിപാലിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഭാഷയെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിന് അറിയാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള പ്രോസസ്സറാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ഈ ലാംഗ്വേജ് പ്രോസസ്സർ പ്രധാനമായും 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് അസംബ്ലർ. ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തു നിന്നൊക്കെ തന്നെ ആയിരിക്കും തിരിച്ച് മറിച്ച് എക്സാമ്പിൾ ഒക്കെ ഇട്ട് കമ്പ്യൂട്ടറിൽ ചോദിക്കാറുള്ളത്. അപ്പൊ അസംബ്ലർ നോക്കിയേ. അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊന്നുണ്ട് ഇന്റർപ്രട്ടർ. ഏത് ലാംഗ്വേജിനെ ഏതിൽ നിന്നോട്ട് കൺവേർട്ട് ചെയ്യുന്ന ചോദിക്കും. അപ്പോൾ ഇന്റർപ്രട്ടർ ആണ്. ഇന്റർപ്രട്ടർ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഇന്റർപ്രട്ടർ കൺവേർട്ട് ചെയ്യുമ്പോൾ ലൈൻ ബൈ ലൈൻ കൺവേർഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ലൈൻ ബൈ ലൈൻ കൺവേർഷൻ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് പ്രോസസ്സർ ആണ്? അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രട്ടർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതാണ്? ഇന്റർപ്രട്ടർ ആണ്. ഇനി മറ്റൊന്നുണ്ട്, കമ്പൈലർ ഉണ്ട്. പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാന്ന് പറയും. കമ്പൈലർ എന്താണ് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് തന്നെയാണ് ആക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യും? ഒരുമിച്ച് ലൈൻ ബൈ ലൈൻ അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ആ ഒരു കോഡിനെ എന്ത് ചെയ്യും? കമ്പൈൽ ചെയ്ത് നോക്കും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കും. മറ്റേത് ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണ്. ഇത് ഒരുമിച്ച് ഫുൾ കോഡിനെ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്ത് നോക്കും. അതാണ് കമ്പൈലറിന്റെ പ്രത്യേകത. അപ്പൊ 3 ടൈപ്സ് ലാംഗ്വേജ് പ്രോസസർ ആണുള്ളത്: അസംബ്ലർ, ഇന്റർപ്രട്ടർ, കമ്പൈലർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിവിധ തരത്തില് പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഗേറ്റ്വേ ആണ് അല്ലെ? നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്, ഗേറ്റ്വേ ആണ്. അടുത്ത് ഡക് ഗോ എന്താണ്? കണ്ടോ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള എക്സാമ്പിൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കമ്പ്യൂട്ടറിൽ. ഡക് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ ചോദിക്കുമ്പോൾ
എന്താണ് നമുക്ക് കേട്ടിട്ടില്ലാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഈ എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതിയെടുക്കണേ. കേട്ടിട്ടില്ലാത്ത പേര് പറയാം. സെർച്ച് എഞ്ചിന്റെ ബെയ്ഡു, ഇപ്പൊ പറഞ്ഞ എന്താണ് ഡക്ഡക്കോ, പിന്നെ യാൻഡെക്സ്, ask.com, ബാക്കിയൊക്കെ ഗൂഗിൾ, യാഹു ഒക്കെ നമുക്കറിയാം. ബിങ്, ഇതൊക്കെ സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കാം. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശത്തിന് സ്പാം മെസ്സേജ് ഒന്നും നമ്മൾ പറയും സ്പാം ആണ്. അടുത്ത് നോക്കാം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഇതിൽ ഇൻപുട്ട് ഉപകരണം എന്താണ്? നമുക്കറിയാം കമ്പ്യൂട്ടറിലുള്ള ഉപകരണങ്ങൾ ഇൻപുട്ട് യൂണിറ്റ് എന്നും ഔട്ട്പുട്ട് യൂണിറ്റ് എന്നും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പ്യൂട്ടറിന് അങ്ങോട്ട് സന്ദേശങ്ങൾ കൊടുക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഔട്ട്പുട്ട് ആണെങ്കിലോ കമ്പ്യൂട്ടർ പ്രോസസ് ഒക്കെ ചെയ്ത് റിസൾട്ട് നമുക്ക് കാണിച്ച് തരാൻ വേണ്ടി, റിസൾട്ട് തിരിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ. നോക്കിയേ, പ്രിന്റർ, നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ സാധനം പ്രിന്റ് ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്ന ഉപകരണമാണല്ലേ. അതുപോലെ പ്ലോട്ടർ, ബ്ലൂറേ, DVD, പിന്നെ മോണിറ്ററിന് മറ്റൊരു പേരിൽ പറയും VDU. അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ എന്താണ് മോണിറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. സ്കാനർ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിലുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്ത് അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അല്ലേ. സ്കാനർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. വേറെ എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് ഉള്ളത്? ടച്ച് സ്ക്രീൻ അല്ലേ. ടച്ച് സ്ക്രീൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ മൈക്രോഫോണിലൂടെ നമ്മൾ വോയിസ് അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ. മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ സ്പീക്കർ നമുക്ക് ശബ്ദം തിരിച്ചു തരുമല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ OMR, നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന OMR എന്താണ്? നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്തല്ലേ കൊടുക്കുന്നത്. ഓപ്റ്റിക്കൽ മാഗ്നറ്റിക് റെക്കഗ്നിഷൻ എന്ന് പറയും. OMR ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കാം. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് കൂട്ടെന്നാണ്. കൂട്ട് കേരള പോലീസ് ആരുമായാണ് ചേർന്ന് നടത്തുന്നത്? ബച്പൻ ബച്ചാവോ ആന്തോളനുമായിട്ട് ചേർന്നാണ് നടത്തുന്നത്. അടുത്ത് നോക്കി. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ ലഭിക്കുക? 66D ആണ്. 66D നമ്മൾ IT ആക്ട് ഒക്കെ പറഞ്ഞു നേരത്തെ. IT ആക്ട് നിലവിൽ വന്നത് 2000-ലും ഭേദഗതി ചെയ്ത് 2008-ലും ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ ലഭിക്കുക? 66D പ്രകാരമാണ് ഇത് ശിക്ഷ ലഭിക്കുക. അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്ന മാസം ഒക്ടോബർ ആണ്. ഒക്ടോബർ മാസമാണ് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. അടുത്ത്, കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡ് ആണ്. കീബോർഡിലല്ലേ നമ്മൾ അക്ഷരങ്ങളും ചിഹ്നങ്ങളും സംഖ്യകളും ഒക്കെ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡാണ്. അടുത്ത് നോക്കാം. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് എന്ന സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? അപ്പൊ നമുക്ക് അൾട്രാവയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, ഒത്തിരി തരത്തിലുള്ള റേസ് ഉണ്ട്. ഇതില് ഏത് തരം തരംഗങ്ങളാണ് നമ്മൾ ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന ഏതാണ്? റേഡിയോ തരംഗങ്ങളാണ് അല്ലെ. റേഡിയോ തരംഗങ്ങളാണ്. നമ്മൾ വൈഫൈയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? വൈഫൈയിലും റേഡിയോ വേവ്സ് ആണ് കേട്ടോ. റേഡിയോ തരംഗങ്ങളാണ് വൈഫൈയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങളാണ്. ഇനി ടിവിയുടെ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻഫ്രാറെഡ് റേ, IR ആണ്. ഇൻഫ്രാറെഡ് റേ ആണ് TV റിമോട്ടിൽ ഉപയോഗിക്കുന്നത്. ഇനി വൈഫൈയിലും ബ്ലൂടൂത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? റേഡിയോ തരംഗങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. നമ്മളവിടെ IT ആക്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറഞ്ഞു. 66D പ്രകാരമാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, നമ്മൾ ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ പ്രചാരണത്തിന്, ഒരു ഉൽപ്പന്നത്തിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് സ്പാം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാം പോലെ തന്നെ കുറെ ടൈപ്പ് വൈറസും വേംസ് ഉണ്ട്, ട്രോജൻ ഹോഴ്സ്, ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഫസ്റ്റ് നമുക്ക് വൈറസ് എന്താണെന്ന് നോക്കാം. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വൈറസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. പ്രോഗ്രാംസ് ആണ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുന്ന പ്രോഗ്രാംസ് ആണ് ആക്ച്വലി വൈറസ് എന്ന് പറഞ്ഞത്. അപ്പൊ വൈറസിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ തന്നിട്ട് ഇത് എന്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ വൈറസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ടെക്സാസ് ഒരു വൈറസ് ആണ്. അതുപോലെ ബ്ലാസ്റ്റർ, ഐ ലവ് യു, ഗപ്പി, മെലീസ, സ്ലാമർ, ഇതെല്ലാം വൈറസ് ആണ്. എന്തൊക്കെയാണ്? ടെക്സാസ്, ബ്ലാസ്റ്റർ, ഐ ലവ് യു, ഗപ്പി, മെലീസ, സ്ലാമർ ഇവയൊക്കെ വൈറസിന് എക്സാമ്പിൾസ് ആണ്. ഇനി വൈറസ് എന്ന് പറയുന്ന ടേം ആദ്യമായി കോയിൻ ചെയ്തത് ഫ്രെഡ് കോഹൻ ആണ്. ഫ്രെഡ് കോഹൻ കോയിൻ ചെയ്തു എന്ന് ഓർത്താദ്യം. ഫ്രെഡ് കോഹൻ ഇതും PYQ ആണ് മുന്നേ ചോദിച്ചിട്ടുണ്ട്. വൈറസ് എന്നുള്ള പേര് ആദ്യമായി ആരാണ് കോയിൻ ചെയ്തതെന്നുള്ള ആരാണ്? ഫ്രെഡ് കോഹൻ ആണ് ആദ്യമായി വൈറസ് എന്നുള്ള പേര് കോയിൻ ചെയ്തത്. ഇനി ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് ഏതാണ്? കബീർ ആണ് കേട്ടോ. കബീർ ആണ് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്. ഇനി വൈറസിനെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രോഗ്രാമർ ആയിട്ട് കയറും അല്ലെ. അപ്പൊ നല്ല പ്രോഗ്രാമുണ്ട്. ഇത്തരത്തിൽ വൈറസിനെ പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ വൈറസിനെ പ്രോഗ്രാം ചെയ്യുന്നവരെ പറയുന്നത് വിക്സർ എന്നാണ്. വിക്സർ ഓക്കെ. അപ്പൊ വൈറസ് പ്രോഗ്രാം ചെയ്യുന്നവർ എന്ത് പറയുന്നു? വിക്സർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു സിസ്റ്റത്തിൽ വൈറസ് കയറിയാൽ അല്ലെങ്കിൽ കയറാതിരിക്കാനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് എന്ത്? ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പറയും. അപ്പൊ ആന്റിവൈറസ് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ആന്റിവൈറസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞാൽ വൈറസ് കയറാതെ പ്രിവെന്റ് ചെയ്യും അല്ലെ. പ്രിവെന്റ് ചെയ്യും. ഇനി കയറിയിട്ടുള്ള വൈറസ് ആണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആന്റിവൈറസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? പ്രിവെന്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആന്റിവൈറസ് ഉപയോഗിക്കും. ഇനി കുറച്ച് ആന്റിവൈറസിന് എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ ആന്റിവൈറസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആന്റിവൈറസിന് എക്സാമ്പിൾ താഴെ തന്നിട്ടുള്ളതിലൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ കുറച്ച് ആന്റിവൈറസിന്റെ എക്സാമ്പിൾ എന്താണ്? അവാസ്റ്റ് ഒരു ആന്റിവൈറസ് ആണ്. അവൈര ഒരു ആന്റിവൈറസ് ആണ്. കാസ്പർസ്കി, പിന്നെ മക്കഫേ, ഇതൊക്കെ എന്താണ്? ആന്റിവൈറസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആന്റിവൈറസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? അവാസ്റ്റ്, അവൈര, കാസ്പർസ്കി, മക്കഫേ ഒക്കെ എന്താണ്? ആന്റിവൈറസിന് എക്സാമ്പിൾസ് ആണ്. ഇനി വൈറസ് പോലെ തന്നെ മറ്റൊന്നാണ് വേംസ് എന്ന് പറയും. വേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേംസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് പോലെ തന്നെയാണ്. അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇരട്ടിച്ച് പെട്ടി വരിക എന്ന് പറയുന്നത്. അതുപോലെ ഇരട്ടിച്ച് കയറാൻ പറ്റുന്ന സംഭവങ്ങളാണ് എന്ത്? വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റൊന്നാണ് മാൽവെയർ. എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാല്? കമ്പ്യൂട്ടറിന് ദോഷകരമാവുന്ന എന്തിനെ നമുക്ക് മാൽവെയർ എന്ന് പറയാം. ഓക്കെ. അതൊരു വേം ആവാം, വൈറസ് ആവാം, സ്പൈവെയർ ആവാം. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടറിന് ദോഷകരമാവുന്ന എന്തിനെ? വൈറസോ വേംസോ സ്പൈവെയറോ ഇതിനെയൊക്കെ നമുക്ക് എന്താ പറയാം? മാൽവെയർ എന്ന് പറയാം. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മാൽവെയറിന്റെ പേരാണ് ഫ്ലെയിം കേട്ടോ. ഫ്ലെയിം. അപ്പൊ വേമും വൈറസും മാൽവെയറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കമ്പ്യൂട്ടറിന് ദോഷകരമാവുന്ന എന്തിനെ മാൽവെയർ എന്ന് പറയുന്നത്? ഇപ്പൊ വൈറസ് ആവും, വേംസ് ആവും. ഓക്കെ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മാൽവെയർ ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഫ്ലെയിം. ഓക്കെ. അടുത്തൊന്നാണ് ട്രോജൻ ഹോഴ്സസ്. ട്രോജൻ ഹോഴ്സസ് എന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ട്രോജൻ ഹോഴ്സസ്? ഓക്കെ. ട്രോജൻ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു വൈറസ് അല്ല. ഓക്കെ. നമ്മൾ മുന്നേ പറഞ്ഞൊക്കെ വൈറസ് ആണ്. ഇത് വൈറസ് അല്ല. ഇത് പിന്നെ എന്താ ചെയ്യുന്നത്? ഹാക്കേഴ്സിന് സോഫ്റ്റ്വെയറിന്റെ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ എനിക്ക് വേറൊരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? ഹാക്ക് ചെയ്യണം. അപ്പൊ ആ കമ്പ്യൂട്ടറിൽ ഞാൻ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ട്രോജൻ ഹോഴ്സ്. ഇതൊരു വൈറസ് അല്ല. ഇത് നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.